ബേപ്പൂരിൽ ആഴക്കടലിൽ തീപിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായ ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂരിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിൽ. 3 ബസ് മാറിക്കയറുന്നത് ഒഴിവാക്കാനാണ് അപകടയാത്ര. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ്. പ്രതികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ. വാർത്തകളിലേക്ക് വിശദമായി. ബേപ്പൂരിൽ ആഴക്കടലിൽ തീപിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. തീ ഇപ്പോഴും പൂർണ്ണമായി അണയ്ക്കാനായിട്ടില്ല. കപ്പലിൽ നിന്ന് കാണാതായ 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ കപ്പലുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രാസവസ്തുക്കൾ കലരുമെന്ന ആശങ്കയിലാണ് തീരം. കപ്പലിൽ 157 അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കിടെ കേരള തീരത്തുണ്ടാകുന്ന 2ാമത്തെ കപ്പൽ അപകടമാണിത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരമ്പരാഗത യാനങ്ങൾക്ക് കടലിലിറങ്ങാം. പ്രജനനകാലത്ത് മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിനു വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച മുതൽ കാലവർഷം വീണ്ടും സജീവമാകും. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ലോകമലേശ്വരം മുരളി വർക്ക്ഷോപ്പിന് പടിഞ്ഞാറുവശം പനാണ്ടിവലയിൽ ബിനേഷിന്റെ ഭാര്യ 32 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66 നെടിയ തളി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ സുമി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായ ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. മുതുവറയിൽ രൂപപ്പെട്ട കുരുക്ക് അയ്യന്തോൾ പഞ്ചിക്കൽ വരെ നീളുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടെങ്കിലും കുരുക്കൊഴിവാകുന്നില്ല. മുതുവറയിലും പുഴയ്ക്കലിലും റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. പോലീസ് ഇടപെട്ട് ഗതാഗതം നിയന്ത്രിക്കുമ്പോഴും ക്യൂ പാലിക്കാതെ വരുന്ന ബസ്സുകൾ ഗതാഗതം താറുമാറാക്കുകയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരെ നിയന്ത്രിക്കാനാവാതെ പോലീസും നിസ്സഹായരാണ്. ഈ കുരുക്കുകൾ മറികടന്നു വരുന്ന വാഹനങ്ങളെ തടഞ്ഞിട്ട് പൂങ്കുന്നത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തിരക്കേറിയ സമയത്താണ് മണ്ണുമാന്തി യന്ത്രവും ടാങ്കറും റോഡിലിട്ട് നിർമ്മാണ കമ്പനിയുടെ അറ്റകുറ്റപ്പണികൾ. ഇതോടെ പൂങ്കുന്നവും കുരുക്കിലായി. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ സഞ്ചാരികളെ മനഃപൂർവ്വം ദുരിതത്തിലാക്കുകയാണെന്ന് ഇതിനകം ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. TCV തൃശൂർ. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂർ SMT സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഇന്നും യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിലാണ്. ബസ്സിൽ പോകേണ്ടി വന്നാൽ 3 ബസ് മാറിക്കയറി വേണം സ്കൂളിലെത്താൻ. അതിനു വേണ്ടി വരുന്ന സമയവും പണവും ലാഭിക്കാനാണ് ഈ അപകടയാത്ര. കുത്താമ്പുള്ളിയിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം പുഴയ്ക്കപ്പുറമുള്ള സ്കൂളിലേക്ക് എത്താനാണ് വിദ്യാർത്ഥികൾ തോണിയിൽ യാത്ര ചെയ്യുന്നത്. വർഷങ്ങളായി കുട്ടികൾ ഇത്തരം അപകടയാത്ര നടത്തുന്നു. കടത്തുകാരനായ ഉണ്ണിക്കുട്ടൻ 5 രൂപ മാത്രമാണ് ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കുന്നത്. പല കുട്ടികളും പണം തന്നെ നൽകാറില്ല. എന്നും സ്വന്തം മക്കളെ പോലെ കണ്ട് ഒരു സേവനമെന്ന രീതിയിലാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതെന്നും ഉണ്ണിക്കുട്ടൻ പറയുന്നു. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പാലം പണിയുന്നതിനായി 33 കോടി 14 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പണി പൂർത്തിയായില്ല. വഞ്ചിയുടെ അടുത്തേക്കുള്ള വഴി കാടുപിടിച്ച് പന്നിക്കൂട്ടം ഏറെയുള്ളതിനാൽ പന്നികളുടെ ആക്രമണ ഭീഷണിയുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പാലത്തിലൂടെ നടന്നു പോവാനുള്ള സംവിധാനമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവില്ലാമല. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ് നടപടികൾ തുടങ്ങി. പ്രതികൾ നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്.
ഗുരുവായൂർ ചാവക്കാട് മേഖലകളിലായി 1500ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. 50,000 മുതൽ 2.5 കോടി വരെ പലരും നിക്ഷേപിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപരിഹാരം ലഭിച്ച വൻ തുകകൾ പലരും ഫാം ഫണ്ടിനെ വിശ്വസിച്ച് നിക്ഷേപം നടത്തി. ഗുരുവായൂർ ബ്രാഞ്ചിൽ 14 ജീവനക്കാർ ഉണ്ടായിരുന്നു. ഒരു മാസം 10 ലക്ഷം ടാർജറ്റ് ഉണ്ടായിരുന്ന ഇവർ പലരിൽ നിന്നും കടം വാങ്ങിയും വീടുകളിലെ സ്വർണം വിറ്റുമാണ് ലക്ഷ്യം കണ്ടിരുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഇപ്പോഴും പരാതികൾ കിട്ടുന്നു. നിലവിൽ ഫാം ഫണ്ട് ചെയർമാൻ രാജേഷ് പിള്ള, MD അഗിൻ ഫ്രാൻസിസ് എന്നിവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഗുരുവായൂർ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നടപടി തുടങ്ങി. ഫാം ഫണ്ടിന്റെ ഗുരുവായൂർ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ഗുരുവായൂർ. KSRTC ബസ്സുകളുടെ ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കാൻ നിർദ്ദേശം. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ബസ്സിൽ കയറി ഇറങ്ങുന്നതിനായി ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശമുയർന്നിരുന്നു. ചില KSRTC ബസ്സുകളിൽ കയറാൻ ആരോഗ്യമുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണെന്നും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഇത് ഇരട്ടി ദുരിതമാണെന്നും പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. അരിമ്പൂർ കൈപ്പിള്ളി റിംഗ് റോഡിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങളായി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയെ അറിയിച്ചുവെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വാർഡംഗം ജില്ലി വിൻസെന്റ് ആരോപിച്ചു. മഴക്കാലത്ത് പോലും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് എത്രയും വേഗം പ്രശ്നപരിഹാരത്തിന് വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇലത്താള കലാകാരൻ ചേലക്കര സൂര്യന് വിട. 5 പതിറ്റാണ്ടിലേറെയായി പഞ്ചവാദ്യ കലാരംഗത്ത് നിറസാന്നിധ്യമായിരുന്നു സൂര്യനാരായണൻ. 2013 മുതൽ തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിലെ ഇലത്താളം പ്രമാണിയായിരുന്നു സൂര്യനാരായണൻ. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനകാലത്ത് തന്നെ ഇലത്താളം അഭ്യസിച്ചു തുടങ്ങി. അമ്മാവന്മാരായ ചേലക്കര കുട്ടപ്പൻ നായർ, ചേലക്കര ഉണ്ണികൃഷ്ണൻ നായർ എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പഠനം. അന്നമനട പരമേശ്വരന്മാരാരുടെ സന്തത സഹചാരിയായിരുന്നു. വാദ്യകലയിലെ മികവിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തിരുവല്ലോമല മേപ്പാടത്ത് പുത്തൻവീട്ടിൽ പ്രസന്നയാണ് ഭാര്യ. പ്രജിത, പ്രജീഷ് എന്നിവരാണ് മക്കൾ. TCV ന്യൂസ്, തിരുവല്ലോമല. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 33-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സിനിമ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ലീല കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കൺവീനർ TK രമേശ് ബാബു, PM മനീഷ്, EO ജോൺസൺ, KK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ടിപ്പറടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പൂവത്തൂർ സരയുവിൽ സോമനാണ് പരിക്കേറ്റത്. രാവിലെ 9ഓടെ തൈക്കാട് സെന്ററിലായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഡു ചോദിച്ചപ്പോൾ നൽകാതിരുന്നതിനെ തുടർന്ന് ചേലക്കര തോന്നൂർക്കരയിൽ കടയുടമയ്ക്ക് മർദ്ദനം. മദ്യലഹരിയിൽ വെറൈറ്റി ടച്ചിങ്സായി ലഡു അന്വേഷിച്ചെത്തിയ 2 യുവാക്കളാണ് മർദ്ദിച്ചത്. തോന്നൂർക്കര വിഷ്ണുമായ സ്വീറ്റ്സ് എന്ന ബേക്കറിയിലെത്തിയവർ ലഡു കടം ചോദിക്കുകയായിരുന്നു. കടം തരില്ലെന്ന് കടയുടമയായ മുരളി പറഞ്ഞതോടെ പ്രകോപിതരായ യുവാക്കൾ മുരളിയെ ക്രൂരമായി മർദ്ദിച്ചു. മുരളിക്ക് വയറിലും നെഞ്ചിലും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ തോന്നൂർക്കര സ്വദേശികളായ വിനു, സന്തോഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം കരൾ പകുത്തു നൽകി മറ്റൊരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പഴയന്നൂർ കല്ലംപറമ്പ് പഴയടത്ത് വീട്ടിൽ രമേശിനെ CPM കല്ലംപറമ്പ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. CPM പഴയന്നൂർ ലോക്കൽ സെക്രട്ടറി MG ശോഭന ഉദ്ഘാടനം ചെയ്തു. AB നൌഷാദ് അധ്യക്ഷനായിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി P സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ശ്രീജയൻ, പഞ്ചായത്ത് അംഗം KM അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വം മ്യൂസിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മുതിർന്ന ഗായകരെ ആദരിച്ചു. ക്ലബ് പ്രസിഡന്റ് വിപിൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് വെങ്കിടാചലം, ഉണ്ണികൃഷ്ണൻ, സിനി, മേദിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനായ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതി ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായത് 6 മാസം. ഒളിവിൽ കഴിഞ്ഞതിനു ശേഷമാണെന്ന് വ്യക്തമായിരുന്നു. റൂറൽ പോലീസ് 3 ഭാഷകളിൽ പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇയാളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടേതാണ്. എറണാകുളം, കോട്ടയം, തൊടുപുഴ, തിരുവനന്തപുരം തുടങ്ങി 10 ഇടങ്ങളിൽ നിന്ന് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവിടങ്ങളിൽ പോയി പോലീസ് അന്വേഷണം
നടത്തി വരുന്നുണ്ട്. ഹോട്ടൽ മാനേജരായി ഒട്ടേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത പ്രേംകുമാറിന് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്ന് പോലീസ് പറയുന്നു. ആകർഷകമായ സംസാരവും പെരുമാറ്റവും കൊണ്ട് നിരവധി സ്ത്രീകളെ ഇയാൾ വലയിലാക്കിയിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ ആരുമായും വലിയ ബന്ധം പുലർത്തിയിട്ടില്ല. സൂത്രശാലിയായ ക്രിമിനലാണ് പ്രേംകുമാർ എന്ന് പോലീസ് പറയുന്നു. 2019 ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ 6 മാസത്തിനു ശേഷമാണ് ഇയാൾ പിടിയിലായത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. വെളിച്ചമില്ല, വെള്ളമില്ല, ലിഫ്റ്റുമില്ല. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം. സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് അവശ്യ സംവിധാനങ്ങൾ നിശ്ചലമായത്. ലിഫ്റ്റ് നിയന്ത്രിക്കുന്ന മുറിയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറും മുകൾ നിലയിലായതിനാൽ ഈ 2 സേവനങ്ങളും ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളുടെ ജീവനക്കാരും പല ആവശ്യങ്ങൾക്കായി എത്തുന്ന നാട്ടുകാരും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ വലയുകയാണ്. പലരും പുറത്തുള്ള സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതോടെ മിനി സിവിൽ സ്റ്റേഷന്റെ മുകൾ നിലയിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. പല ഓഫീസുകളിലായി ഭിന്നശേഷിക്കാരായ നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും ഗോവണി കയറാനാകാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന വയോധികരും ഭിന്നശേഷിക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസുകളിൽ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ 5-ാം തീയതി മുതൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. താലൂക്കിൽ 2-3 പ്രാവശ്യം ഞാനടക്കം പോയി പറഞ്ഞിട്ടും അവർ അനങ്ങാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. ഞാൻ 60% അംഗവികലുള്ള ആളാണ്. എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറിയില്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ ഒപ്പിട്ടില്ലെങ്കിൽ അപ്പോൾ ലീവ് മാർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഗേൾസ് സ്കൂളിൽ പോയിട്ടാണ് ബാത്റൂം യൂസ് ചെയ്യുന്നത്. വെള്ളമില്ലാത്തവരും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ചെന്ന് പറയുമ്പോൾ വെള്ളമടിച്ച് റെഡിയാക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ അങ്ങനെയാണ്. ബാത്റൂമിലൊന്നും ലൈറ്റ് തന്നെയില്ല. അങ്ങനത്തെ അവസ്ഥകളുണ്ട്. 4 ദിവസം മുൻപാണ് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തകരാറിലായത്. വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ചുമതലയുള്ള റവന്യൂ വിഭാഗത്തിന് വീഴ്ച പറ്റിയതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തകരാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടും PWDയെ വിവരമറിയിക്കാൻ താലൂക്ക് ഓഫീസ് വൈകിപ്പിച്ചുവെന്നാണ് പരാതി. നിലവിൽ സിംഗിൾ ഫേസായുള്ള വൈദ്യുതി ലൈൻ 3 ഫേസ് സംവിധാനത്തിലേക്ക് മാറ്റിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കെട്ടിടത്തിൽ മാസങ്ങൾക്ക് മുൻപ് വൈദ്യുതിയും ജലവിതരണവും തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ സമരം നടത്തിയിരുന്നു. TCV കൊടുങ്ങല്ലൂർ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ ദൃശ്യം പങ്കുവച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇരുവശവും പച്ചപ്പണിഞ്ഞ വയലുകൾ നിറഞ്ഞ റോഡിന്റെ ആകാശ ദൃശ്യമാണ് മന്ത്രി സമൂഹമാധ്യമ പേജിൽ പങ്കുവച്ചത്. നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിലെത്തിയ ഈ റോഡ് എവിടെയാണെന്ന് പറയാമോ എന്ന ചോദ്യം കുറിച്ചാണ് ദൃശ്യം പങ്കുവച്ചിട്ടുള്ളത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടങ്ങൾ പെരുകുന്നു. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതും മുന്നറിയിപ്പുകൾ ലംഘിക്കുന്നതും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടം കാണാനെത്തി പാറയിൽ വഴുതി വീണ് പരിക്കേറ്റ യുവാവിന്റെ മരണം നാടിന് വേദനയായി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. മഴക്കാലത്താണ് അപകടങ്ങളിൽ ഏറെയും. മഴക്കാലത്ത് സജീവമാകുന്ന ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങൾ ജില്ലയിലുണ്ട്. ഈ സമയത്ത് വെള്ളച്ചാട്ടം കാണാനും അരുവികളിലും പുഴകളിലും ഇറങ്ങാനും എത്തുന്നവർ ഏറെയാണ്. വഴുക്കൽ നിറഞ്ഞ പാറകളും വെള്ളത്തിലെ ചുഴികളും അടിയൊഴുക്കും പരിചയമില്ലാത്തവർ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെ. പലയിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ പോലുമില്ല. ഒറ്റയ്ക്കും കൂട്ടുകാരുമായും കുടുംബസമേതവും എത്തുന്നവരുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ ജീവനക്കാരോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ട ജീവനുകൾ നിരവധിയാണ്. വ്യൂ പോയിന്റിലെ പാറക്കെട്ടുകളിൽ സെൽഫി എടുക്കുമ്പോഴും നിരോധിത മേഖലകളിൽ കയറുമ്പോഴും ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ കുറച്ചല്ല. കടലിൽ ഇറങ്ങി കുളിക്കുന്നതിനിടെ സംഭവിച്ച അപകടങ്ങളും നിരവധി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നതിലേക്കാണ് സമീപകാല അപകടങ്ങൾ വിരൽ ചൂണ്ടുന്നത്. TCV തൃശൂർ.
അന്തിക്കാട് കല്ലിട വഴിയിലെ കുടുംബക്ഷേത്രങ്ങളിൽ നടന്ന മോഷണങ്ങളിൽ 2.25 പവനോളം സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. പണ്ടാരൻ ഭദ്രകാളി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം, പള്ളത്തി ശ്രീ മുത്തപ്പൻ പരദേവതാ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പണ്ടാരൻ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന 2 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം വെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യമാകാമെന്ന് പ്രാഥമിക നിഗമനം. അതേസമയം കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥികളുടെ സ്റ്റൂൾ പരിശോധനയിലാണ് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അമീബയുടെ വ്യാപനം അറിയാൻ ചികിത്സ തേടിയ കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സ്കൂളിലെ കിണറിൽ നിന്നും കുടിവെള്ള ടാങ്കുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി ശേഖരിച്ചു. കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും സ്കൂൾ കോമ്പൗണ്ടും ക്ലാസ് മുറികളും ടോയ്ലറ്റുകളും ആരോഗ്യ പ്രവർത്തകരും എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മ സേനയും ചേർന്ന് ശുചീകരിക്കുകയും ചെയ്തു. തൃശൂർ നഗരത്തിലെ പഴയ കെട്ടിടങ്ങളുടെ സുരക്ഷാ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് നിരീക്ഷണം. സ്വരാജ് റൗണ്ടിലെ വിവാദമായ കെട്ടിടം സുരക്ഷിതമല്ലെന്നാണ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നത്. സമീപമുള്ള കെട്ടിടം സുരക്ഷിതമാണെന്നും സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. എന്നാൽ ആ സർട്ടിഫിക്കറ്റാണ് പ്രചരിച്ചതെന്നും എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പ്രചരിക്കുകയാണുണ്ടായതെന്നും പറയുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും വിവിധ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരുമാണ് സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത്. തൃശൂർ പാലസ് റോഡിൽ നടപ്പാതയിലെ തകർന്നു കിടന്ന സ്ലാബുകൾ സഞ്ചാരയോഗ്യമാക്കി. സാഹിത്യ അക്കാദമിക്ക് സമീപം റോഡിന് ഇരുവശങ്ങളിലുമുള്ള നടപ്പാതയിലെ തകർന്നു കിടന്നിരുന്ന സ്ലാബുകളാണ് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കിയത്. സ്ലാബുകൾ തകർന്നു കിടക്കുന്നത് വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് അപകടക്കെണിയായി മാറിയത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനും മറ്റുമായി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി മിതമായ നിരക്കിൽ താമസിക്കാനായി നഗരസഭ നിർമ്മിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി സ്മാരക സ്റ്റേ ഹോം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിനോട് ചേർന്ന് നഗരസഭയുടെ 15 സെന്റ് സ്ഥലത്ത് 4 നിലകളിലായി 1164 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് സ്റ്റേ ഹോം നിർമ്മിച്ചിരിക്കുന്നത്. NK അബ്കർ MLA അധ്യക്ഷത വഹിച്ചു. മുരളി പെരുന്നെല്ലി, മുനിസിപ്പാലിറ്റി ചെയർമാൻ M കൃഷ്ണദാസ്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. അറബിക് ജൂനിയർ വിഭാഗം ബ്ലോക്ക് തലം, ജില്ലാ തലം ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,888 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂരിൽ ആഴക്കടലിൽ തീപിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായ ആംബുലൻസുകൾ, ഉരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂരിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിൽ. 3 ബസ് മാറിക്കയറുന്നത് ഒഴിവാക്കാനാണ് അപകടയാത്ര. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ്. പ്രതികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.